ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതുച്ചാടന അനുഭവ പാഠങ്ങളുടെ 5ാമത്തെ സെഷനാണല്ലോ ഇത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ശാലോം ടി വിയിലും ഗുഡ്നസ് ടി വിയിലും ഒക്കെ ഇങ്ങനെ പൈശാചിക മേഖലയെക്കുറിച്ചുള്ള പങ്കുവെക്കലുകൾ നടത്തുന്നത് കേട്ട് ഇരുന്ന ഒരു സഹോദരൻ ഒരിക്കലും ഇങ്ങനെ, ഞാൻ ആ വ്യക്തിയെ നേരത്തെ പള്ളിയിലായിരിക്കുമ്പം വേദപാഠം പഠിപ്പിച്ചിട്ടുണ്ട്. യാദൃശ്ചികമായിട്ട് അവന് വർഷങ്ങൾക്ക് ശേഷം ആ വ്യക്തി കണ്ടുമുട്ടിയപ്പോഴോ എൻ്റെ അടുത്ത് ഓടി വന്ന് സംസാരിച്ചു. എന്നിട്ട് ആ വ്യക്തി പറഞ്ഞു, അച്ഛൻ്റെ ടോക്കുകൾ ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ, നല്ല കാര്യം. ഉടനെ പുള്ളി എന്നിട്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹം എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, പക്ഷെ ഞാൻ അധികം കേൾക്കാറില്ല, കാരണം എനിക്ക് പേടിയാ. അച്ഛൻ പിശാചിൻ്റെ കാര്യങ്ങളല്ലേ പറയുന്നത്. പിശാചിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതോ കേൾക്കുന്നതോ പേടിയുടെ വിഷയമാണ് എന്നൊരു ചിന്ത കുറേ പേർക്കുണ്ട്. നമുക്കൊരിക്കലും ഇത് പേടി വിഷയമല്ല, ആയിരിക്കും പാടില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആനന്ദിച്ച് ആഹ്ലാദിക്കുന്നു എന്നുള്ള അപ്പസ്തോലിക ഉദ്ബോധനം 2018 മാർച്ച് 19 നൽകിയത്, അതിൻ്റെ 5ാമത്തെ അധ്യായം മുഴുവനും പൈശാചിക ശക്തികൾക്കെതിരെ പോരാട്ടത്തിൻ്റെ പാപ്പ വ്യക്തമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അവിടെ പാപ്പ പറയുകയാണ്, പിശാചിനെതിരെയുള്ള പോരാട്ടം മാധുര്യമുള്ള പോരാട്ടമാണ്, ആനന്ദം നിറഞ്ഞ പോരാട്ടമാണ്. നമുക്കറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും ആനന്ദത്തെ അടിവരയിട്ട് കാണിക്കുകയും അതുപോലെ ജീവിതം കൊണ്ട് അത് സാക്ഷിക്കുകയും ചെയ്യുന്ന പാപ്പയാണ്. എപ്പോഴും സന്തോഷമുള്ള മുഖമാണ് പാപ്പ നമ്മൾ കാണുന്നത്. പിശാചിനെതിരെ പോരാട്ടത്തെക്കുറിച്ച് ഇത് മാധുര്യമുള്ള പോരാട്ടമാണ്, സന്തോഷമുള്ള പോരാട്ടമാണെന്നൊരു പക്ഷേ വ്യക്തമായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഏക വ്യക്തിയും ഫ്രാൻസിസ് മാർപ്പാപ്പയായിരിക്കും. ഞാൻ ഒരുപാട് ഈ മേഖലയിൽ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പോരാട്ടം ഒരു സന്തോഷത്തിൻ്റെ പോരാട്ടമാണ് എന്ന് ഇങ്ങനെ അടിവരയിട്ട് കാണിക്കുന്ന വേറെ ആരെയും കണ്ടിട്ടില്ല. പക്ഷേ അതേസമയം ഇത് സന്തോഷത്തിൻ്റെ പോരാട്ടമാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതാണ് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നത്. എവിടെയാണ് നമ്മൾ വായിക്കുന്നത് അങ്ങനെ? വിശുദ്ധ ഗ്രന്ഥത്തിൽ ലൂക്കായുടെ സുവിശേഷം 10ാമത്തെ അധ്യായത്തിൽ 17 മുതലുള്ള വാക്യങ്ങളിൽ 10ാമത്തെ അധ്യായത്തിൻ്റെ 1ാം വാക്യം പറയുന്നത്, ഈശോ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാൻ സ്ഥലങ്ങളിലേക്ക് എല്ലാം പ്രസംഗിക്കാൻ അയച്ചു എന്നുള്ളതാണ്. അവർ തിരിച്ചു വരുന്ന രംഗമാണ് 17 മുതലുള്ള വാക്യങ്ങളിൽ. തിരിച്ചു വരുന്നതിനെ പറ്റി സുവിശേഷം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. 72 പേര് പോയിട്ട് 72 പേര് സന്തോഷത്തോടെ തിരിച്ചു വന്നിട്ട് പറയുകയാണ്, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ ഞങ്ങൾക്ക് കീഴ്പ്പെട്ടു. അപ്പോൾ അവരുടെ അനുഭവം സന്തോഷമാണ്. ഇതാണ് പാപ്പ എടുത്തു ചൂണ്ടിക്കാണിക്കുന്നത്. എന്ന് മാത്രമല്ല, അതിന് ബാക്കി വായിച്ചു വരുമ്പോൾ ഈശോയുടെ വളരെ ശക്തമായൊരു വചന വാഗ്ദാനം നമുക്ക് തരുന്നു. 10-19 പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും സന്തോഷത്തെ പറ്റിയാണ് പറയുന്നത്. ഈശോ പറയുകയാണ്, പക്ഷെ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെട്ടു എന്നതിലല്ല സന്തോഷിക്കേണ്ടത്. അപ്പം അവരുടെ സന്തോഷം ഈശോ നോട്ട് ചെയ്തു. ഈശോയ്ക്ക് അത് തൃപ്തിയായി, ഈശോ അതിൽ നിറയുന്നുണ്ട്. ഈശോ അത് അവരുടെ സന്തോഷത്തിൻ്റെ കാരണം കുറെ കൂടെ ഉന്നതമായ മേഖലയ്ക്ക് ചേർത്ത് വെക്കുകയാണ്. ഈശോ പറഞ്ഞത് നമുക്കറിയാം, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നൊരു സന്തോഷിക്കുവേൻ. സഭയിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ശുശ്രൂഷ, അതിനാൽ തന്നെ നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടാൻ ഇടവരുത്തുന്നതാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം, അത് ഈശോയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് സാക്ഷിക്കുന്ന ഏക ശുശ്രൂഷ മേഖലയും പിശാച് ബഹിഷ്കരണമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറഞ്ഞ പിന്നെ അതിന് മാറ്റി പറയാൻ ആരാ ഉള്ളത്? നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിശാചിൻ്റെ പ്രവൃത്തികളെ നമ്മുടെ തന്നെ ജീവിതങ്ങളിൽ ദൂരീകരിച്ചിട്ട് മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ തന്നെ ദൂരീകരിക്കാൻ രംഗത്തിരിക്കുന്ന വ്യക്തി അതിനാൽ തന്നെ സ്വർഗത്തിൽ എഴുതപ്പെട്ട വ്യക്തിയാകുന്നു. അതുകൊണ്ട് തീർന്ന സന്തോഷത്തിൻ്റെ ഈ ഒരു പശ്ചാത്തലം ഈ ഒരു രംഗത്ത് തൊട്ടടുത്ത വാക്യം 21ാം വാക്യം, അത് ലൂക്ക 10, അവിടെ ആ സമയം തന്നെ ആത്മാവിൽ ആനന്ദിച്ച് ഈശോ പിതാവിനെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്, പിതാവേ, സ്വർഗത്തിൻ്റെ ഭൂമിയുടെ നാഥന്റെ പിതാവേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇക്കാര്യങ്ങളെങ്കിലും വിജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെച്ച് കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തി, ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ തിരുവിഷ്ടം. ഈശോ ആത്മാവിൽ എപ്പോഴും ആനന്ദിച്ചിരുന്ന വ്യക്തിയാണ്, നമുക്കൊരു സംശയമില്ല. പക്ഷേ ഈശോ ആത്മാവിൽ ആനന്ദിച്ചുവെന്ന് സുവിശേഷകൻ എടുത്തു പറയുന്ന ഏക സുവിശേഷ രംഗവും ഇവിടെയാണ്. ഏത്? ഈ പിശാച് ബഹിഷ്കരണമായിട്ട് ബന്ധപ്പെട്ട, പൂതോച്ചായിട്ട് ബന്ധപ്പെട്ട. അതുപോലെ ഈശോയ്ക്ക് തന്നെ സന്തോഷം മറച്ചു വെക്കാൻ പറ്റാതെ
സന്തോഷിക്കുകയാണ്. അത് വെറും സന്തോഷമല്ല, ആത്മാവിൽ ആനന്ദിക്കുക, പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുകയാണ്. ഏറ്റവും കറ തീർന്ന മനോഹരമായ അമൂല്യമായ സന്തോഷം ആത്മാവിലുള്ള സന്തോഷമാണ്. ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത് ഈശോ അനുഭവിക്കുന്നത്. ഒരു പിതാവിനെ സ്തുതിക്കുകയാണ്, കാര്യം പറയുകയാണ്, ഈ കാര്യങ്ങൾ അങ്ങ് ബോധ്യവാന്മാർക്കും വലിയ വിവേകികൾക്കൊക്കെ കിട്ടാത്തത് കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തിയല്ലോ. സ്നേഹമുള്ള സഹോദരങ്ങളെ, പിശാചിനെതിരെയുള്ള പോരാട്ടത്തെക്കുറിച്ച് നമുക്ക് നല്ല വ്യക്തത എടുക്കണം. പുതുച്ചാടന അനുഭവ പാഠങ്ങൾ അച്ഛനെ പങ്കുവെക്കുന്നത് ഒരു ഭയോ ശങ്കയോ ഒന്നും കൂടാതെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടെ ദൈവത്തിലെ ചുറ്റുമുള്ള ജീവിതങ്ങളിലെ സകല തിന്മകൾ ദൂരീകരിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ അടിവരയിട്ട് കാണിക്കുന്നതായ ആ ഒരു പിശാചിനെ പരാജയപ്പെടുത്തുന്ന മാധുര്യവും സന്തോഷവും നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.